നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 19 വെള്ളിയാഴ്ചയാണ്. ചൊവ്വാഴ്ചയാണ് നമ്മുടെ ബഡ്ജറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ 2 ട്രേഡിംഗ് സെഷനുകളാണ് ഇന്നും തിങ്കളാഴ്ചയും ഉള്ളത്. ഇനി ആദ്യം നമുക്ക് ഇന്നലത്തെ ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റുകൾ ഇന്നലെ ഇടിഞ്ഞു. യൂറോപ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയ അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഓപ്പൺ ചെയ്ത US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ചെറിയ പോസിറ്റീവിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയാണ്. എന്നിരുന്നാലും ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നും ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ RBI ബുള്ളറ്റിൻ ഇന്നലെ പുറത്തു വന്നു. ഫാർമ സെക്ടറിൽ വലിയ ബൂം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. ആ വാർത്തയും നമ്മളിവിടെ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഹൈലൈറ്റ് ആയ വാർത്തകളിൽ ആദ്യത്തേത് RBI ബുള്ളറ്റിൻ പുറത്തു വന്നിരുന്നു. 2024-25 രണ്ടാം പാദം ഗ്രാമീണ ചെലവുകളും വർദ്ധിച്ച ഡിമാൻഡും മൂലം എക്കണോമിക് മൊമെന്റം ത്വരിതപ്പെടും എന്ന് കാണുന്നു. ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആഗോള വ്യാപാരം ശക്തി പ്രാപിക്കുന്നതിനൊപ്പം സമ്പദ് വ്യവസ്ഥയും ശക്തിപ്പെടുന്നു എന്നത് കാണിക്കുന്നു. കാർഷിക വീക്ഷണത്തിലെ പുരോഗതിയും ഗ്രാമീണ ചെലവുകളുടെ പുനരുജ്ജീവനവും അനുകൂല ഘടകങ്ങളായി കാണുന്നു. ഏതായാലും 2024 ജൂണിൽ ഉപഭോക്തൃ വിലക്കയറ്റം വർദ്ധിച്ചു. കാരണം പച്ചക്കറി വില ഉയർന്നതാണ് ഇതിന് കാരണം എന്നും ഈ റിപ്പോർട്ട് പറയുന്നു. അങ്ങനെ വലിയ നെഗറ്റീവ്സ് ഒന്നും കാണാൻ കഴിയില്ലെങ്കിലും ഒത്തിരിയേറെ പോസിറ്റീവായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു. മറ്റൊരു മുഖ്യമായ വാർത്തയുള്ളത് US ചൈനയ്ക്കെതിരെയുള്ള ഉപരോധങ്ങളുടെ വാർത്ത ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞതാണ്. ചൈനീസ് ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളിൽ നിന്നുള്ള ഉപകരണങ്ങളും സേവനങ്ങളും സോഴ്സിംഗ് ചെയ്യുന്നതിൽ നിന്ന് നിരോധിക്കാൻ ലക്ഷ്യമിടുന്ന US ബയോസെക്യൂർ ആക്ട് കാരണം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിന്റെ കരാർ നിർമ്മാണ ബിസിനസ് അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഈ മാറ്റം ഇന്ത്യയുടെ കരാർ നിർമ്മാണം അതുപോലെ കരാർ ഗവേഷണ വിഭാഗങ്ങൾക്ക് വളരെ ഗുണകരമാവാൻ സാധ്യതയുണ്ട്. കരാർ നിർമ്മാണ വളർച്ച നോക്കിയാൽ 3 വർഷത്തിനുള്ളിൽ ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2024 $22.51 ബില്യൺ നിന്ന് 2029 $44.63 ബില്യൺ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരാർ ഗവേഷണ വളർച്ചയാണ് വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത്. 3 ഇരട്ടിയാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. US ബയോസെക്യൂർ ആക്ട് ഇന്ത്യയിലെ കോൺട്രാക്ട് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷനുകൾക്കും കോൺട്രാക്ട് റിസർച്ച് ഓർഗനൈസേഷനുകളിലും വളർച്ച ത്വരിതപ്പെടുത്തും. ഇനി നിലവിലെ വിപണി വിഹിതം ഇത്തരത്തിലാണ്. ചൈനയുടെ CDMO അതായത് കോൺട്രാക്ട് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ വ്യവസായത്തിന് 8% ആഗോള വിപണി വിഹിതമുണ്ട്. അതേസമയം ഇന്ത്യക്ക് 2.7% ഉള്ളത്. US ബയോസെക്യൂർ ആക്ട് വരുന്ന വർഷങ്ങളിൽ ഇന്ത്യയുടെ വിപണി വിഹിതം വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കും. ഇത് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് സിപ്ല, സിഞ്ചൈൻ ഇന്റർനാഷണൽ, ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്, സൺ ഫാർമ, ലൂപ്പിൻ തുടങ്ങിയ കമ്പനികൾക്കൊക്കെ വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇവിടെ ഞങ്ങൾ പറഞ്ഞ കമ്പനികളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ വാർത്ത കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് ന്യൂസിലേക്ക് കിടക്കാം. LNG ഇറക്കുമതിയിൽ വർധനമുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെ ഇറക്കുമതി ജൂണിൽ 11% ഉയർന്ന് 2648 ദശലക്ഷം സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്ററായി ഉയർന്നു. ഗ്യാസ് കൺസംഷനിലും വർധനമുണ്ടായിട്ടുണ്ട്. 7% വർദ്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്രോനെറ്റ് LNG, ഗെയിൽ, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ONGC തുടങ്ങിയ കമ്പനികൾ ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ആദ്യം നമുക്ക് ഇൻഫോസിസിന്റെ റിസൾട്ട് പരിശോധിക്കാം. നെറ്റ് പ്രോഫിറ്റിൽ 20% ഇടിവാണ് വന്നിരിക്കുന്നത്. അതർ ഇൻകത്തിൽ 72% ഇടിവ് വന്നിരിക്കുന്നു. റവന്യൂയിൽ 3.7% വർധനവ്. എബിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 8.8% വർധനവും രേഖപ്പെടുത്തിയിരിക്കുന്നു. കമ്പനി 2025 സാമ്പത്തിക വർഷത്തിലേക്കുള്ള വിൽപ്പന പ്രവചനം 3 മുതൽ 4% വരെയായി ഉയർത്തി. നേരത്തെ അത് 1 മുതൽ 3% വരെ ആയിരുന്നു. ഏതായാലും ഒരു ബെറ്റർ ദാൻ എക്സ്പെക്ടഡ് റിസൾട്ട് തന്നെയാണ് ഇൻഫോസിസിന്റെ ഭാഗത്ത് നിന്നും പുറത്തു വന്നത്. മറ്റൊരു കമ്പനി L&T ടെക്നോളജീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ 8% ഇടിവ് വന്നിരിക്കുന്നു. റവന്യൂവിൽ 3% ഇടിവും എബിറ്റ 10.4% ഇടിവും രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് ടാറ്റ ടെക്നോളജീസ്. നെറ്റ് പ്രോഫിറ്റിൽ 15.4% ഇടിവ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് 162 കോടി രൂപയിലാണ്. റവന്യൂവിൽ ഒരു വർധനവുണ്ടായിട്ടുണ്ട്. 0.9% ഇയർ ഓൺ ഇയറിൽ വർധനവ് വന്നിരിക്കുന്നത്. എബിറ്റയിൽ 7.7% ഇടിവും വന്നിരിക്കുന്നു. അടുത്തത് നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 45.4% വർധനവ് വന്നിരിക്കുന്നു. 294.1 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 7.2% വർധനവും
ഗ്രോസ് NPA ഫ്ലാറ്റായ രീതിയിലുമാണുള്ളത്. അടുത്ത ഒരു സ്റ്റോക്ക് തൻല പ്ലാറ്റ്ഫോമാണ്. നെറ്റ് പ്രോഫിറ്റിൽ 4.3% വർധനവ് വന്നിരിക്കുന്നു. റവന്യൂവിൽ 10% വർധനവാണ് വന്നിരിക്കുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ തന്നെയാണ്. അടുത്തത് വിപ്രോ, അൾട്രാടെക് സിമൻറ്റ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, JSW സ്റ്റീൽ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, 197 കമ്മ്യൂണിക്കേഷൻ, പതഞ്ജലി ഫുഡ്, എയ്ത്തർ ഇൻഡസ്ട്രീസ്, അതുൽ, BEML ലാൻഡ് അസറ്റ്സ്, ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ്, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ, ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ്, ഇന്ത്യൻ ഹോട്ടൽസ്, JSW എനർജി, ജൂബിലന്റ് ഫാർമോവ, PVR ഇനോക്സ്, ഒബ്രോയ് റിയാലിറ്റി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, GMR ഇൻഫ്ര, GNFC, HAL, ഹിന്ദ് കോപ്പർ, ഇന്ത്യ സിമന്റ്, PEL, RBL, സെയിൽ, വേദാന്ത തുടങ്ങിയവയാണ്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈവ് സെഷൻ ഉള്ളത് രാവിലെ 10:30 മുതൽ 3:30 വരെയാണ്. അപ്പോൾ സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്കൊന്ന് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. നിഫ്റ്റിയും സെൻസെക്സും ഇന്നലെ പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. തുടക്കത്തിൽ ഇടിഞ്ഞെങ്കിലും പിന്നീട് ഒരു 1.5 തിരിച്ചുവരവ് തന്നെയായിരുന്നു ഇൻഡെക്സിൽ കാണാൻ കഴിഞ്ഞത്. IT സെക്ടറാണ് സെക്ടറുകളിൽ ഔട്ട് പെർഫോം ചെയ്തത്. ICICI ബാങ്ക്, റിലയൻസ്, M&M എന്നിവ ടോപ്പ് ഗെയിനേഴ്സ് ആയി മാറി. ഓട്ടോ സെക്ടർ ഇന്നലെ ഇടിഞ്ഞു. സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസുകളിലേക്ക് വന്നാൽ F&O സെഗ്മെന്റിൽ നിന്ന് ഒഴിവാക്കിയതിനു ശേഷം ഇന്ത്യ സിമന്റ്സ് 6% ഉയർന്നു. ജെഫ്രീസ് ബൈക്കോൾ നൽകിയതോടെ മണപ്പുറം ഫിനാൻസ് 6% ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് 70% ഉയർന്നതോടെ ജസ്റ്റ് ഡയൽ 20% നേട്ടമുണ്ടാക്കി. നിഫ്റ്റിയിലേക്ക് 187 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 24,800 ക്ലോസ് ചെയ്തത്. 2 ദിവസത്തെ നിഫ്റ്റിയിലെ ഡോജി ക്യാൻഡലിന് ശേഷം, അതായത് ഒരു ഇൻഡിസിഷന് ശേഷം നിഫ്റ്റി 22,500 എന്ന 40 ഹവർ മൂവിംഗ് ആവറേജ് ഉള്ള ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം തിരിച്ച് നല്ലൊരു റിക്കവറി നടത്തി. ഇനി അപ്സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് സൈക്കോളജിക്കൽ ലെവലായ 25,000 തന്നെയാണ്. ഡെയിലി ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ എൻഡ് ഉള്ളത് 24,890 ലെവലിലാണ്. അതുകൊണ്ട് ആ ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രിട്ടിക്കൽ ഷോർട്ട് ടേം മൂവിംഗ് ആവറേജും RSIയും പോസിറ്റീവ് ക്രോസ് ഓവർ തന്നെയാണ് കാണിക്കുന്നത്. ഡെയിലി ക്യാൻഡിൽ ഒരു വലിയ ബുൾ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഇന്നലെ ഫോം ആയത്. പ്രീവിയസ് ഡോജി ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ തന്നെയാണ് ഇന്നലെ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 25,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,000 സ്ട്രൈക്കും അതിനുശേഷം 24,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 അതിനുശേഷം 24,500 സ്ട്രൈക്കും അതിനുശേഷം 24,600 സ്ട്രൈക്കിലുമാണ്. അടുത്ത ആഴ്ചയിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,000 റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,600. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം 24,800 സ്ട്രൈക്കിൽ 5,069% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. 304% മാത്രം വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പ് മാത്രം. അടുത്തത് 24,750 സ്ട്രൈക്കിൽ 3,393% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. 167% വർധനവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,850 സ്ട്രൈക്കിൽ 1,145% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 55% മാത്രം വർധനവ് കോൾ സൈഡിൽ കാണാം. ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണ് ഉള്ളത്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ കാണിച്ചു തരുന്നത് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല ശക്തമായി തന്നെ നിൽക്കുന്നു എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 52,620 223 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി 21 EMA ഉള്ള ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് തിരിച്ചു കയറുന്നത്. RSI ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ കാണിക്കുന്നു. കൂടാതെ ഫോളിംഗ് റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് കൂടി ലഭിച്ചിരിക്കുന്നു. അതും പോസിറ്റീവായി തന്നെ എടുക്കണം. ഡെയിലി ക്യാൻഡിലും ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 52,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 53,000 സ്ട്രൈക്കിലും അതിനുശേഷം 54,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,500 അതിനുശേഷം 52,000 സ്ട്രൈക്കും അതിനുശേഷം 51,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 53,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,500 തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. 14.51 2% മുകളിലാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 5,483 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്തത്. DIs ആവട്ടെ 2,904 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. തുടർച്ചയായ നാലാമത്തെ ദിവസമാണ് DIs സെല്ലിങ്ങിലേക്ക് പോകുന്നത്. FIS ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ശക്തമായ ബൈയിങ് മോഡിൽ തന്നെയാണ് എന്ന് ഈ ഡാറ്റയും സൂചിപ്പിക്കുന്നു. US മാർക്കറ്റിലേക്ക്
മെഗാ ക്യാപ് സ്റ്റോക്കുകളിൽ നിന്ന് നിക്ഷേപകർ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്നതും Q2 ഏർണിംഗ് സീസൺ ഫലങ്ങൾ പുറത്തു വന്നതിന്റെ ഭാഗവുമായി US മാർക്കറ്റുകൾ ഇന്നലെയും ഇടിഞ്ഞു. ഡൗ ജോൺസ് 1.29% ഇടിഞ്ഞു. S&P 500 0.78% ഇടിഞ്ഞത്. നാസ്ഡാക്ക് 0.70% ഇടിയുകയും ചെയ്തു. ഇന്നലെ ഡൗ ജോൺസ് തന്നെയാണ് കനത്ത സമ്മർദ്ദം നേരിട്ടത്. കൂടാതെ റസൽ 2000 സ്മോൾ ക്യാപ് ഇൻഡെക്സ് തുടർച്ചയായ 5 ദിവസങ്ങളിൽ നല്ല ഫണ്ട് ഇൻഫ്ലോ കണ്ടിരുന്നു. 11% കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ഉയർന്നത്. എന്നാൽ 2 ദിവസം ഇന്നലെയും മിനിഞ്ഞാന്നും നല്ല പ്രോഫിറ്റ് ബുക്കിംഗും കണ്ടു. US പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്ന ആശങ്കകൾ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ക്യാഷ് പിൻവലിച്ച് കോഷ്യസ് ആവുന്നു എന്ന് വേണം ഇതിലൂടെ കരുതാൻ. ഇന്നലത്തെ സെക്ടറുകളിലെ പെർഫോമൻസുകളിലേക്ക് വന്നാൽ S&P 500 11 മേജർ സെക്ടറുകളിൽ വലിയ ഇടിവിലേക്ക് പോയത് ഹെൽത്ത് കെയർ സ്റ്റോക്കുകളായിരുന്നു. എനർജി സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്നലെ നേട്ടമുണ്ടാക്കിയത്. ഇന്ന് US നിന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ അമേരിക്കൻ എക്സ്പ്രസ്, ട്രാവലേഴ്സ്, കോ അമേരിക്ക എന്നിവയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം വലിയ നേട്ടത്തിലേക്ക് പോയത് റിസൾട്ടുകൾക്ക് ശേഷം ഇൻഫോസിസ് ADR ആയിരുന്നു. 8.38% ഉയർന്നത്. വിപ്രോ 2.84% നേട്ടമുണ്ടാക്കി. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.55% ഉയർന്നു. HDFC ബാങ്ക് 0.10% ഇടിയുകയും ചെയ്തു. മേക്ക് മൈ ട്രിപ്പ് 5.75% ഉയർന്നപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് 0.86% നേട്ടമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 0.10% നേട്ടത്തിൽ, S&P 500 0.24% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ ഒരു മിക്സഡ് അവസ്ഥയിലാണ് യൂറോപ്യൻ വിപണി ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.21% നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് CACയും 0.21% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.45% ഇടിഞ്ഞു. സ്റ്റോക്ക് 600 0.16% ഇടിയുകയും ചെയ്തു. ടെക് സ്റ്റോക്കുകളാണ് ഇന്നലെ വലിയ ഇടിവിലേക്ക് പോയത്. 1.8% ഇടിഞ്ഞത്. ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ വലിയ നേട്ടമുണ്ടാക്കിയത് വോൾവോ കാറുകളായിരുന്നു. 11% ഇന്നലെ ഉയർന്നത്. ഇന്നലെ മറ്റൊരു മുഖ്യമായ കാര്യം സംഭവിച്ചത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ പോളിസി മീറ്റിംഗ് അവസാനിച്ചു. ജൂണിൽ നിരക്ക് കുറച്ചതിന് ശേഷം നിരക്കുകളിൽ മാറ്റമില്ലാതെ തന്നെ നിലനിർത്തി. ECB ഗവേണിംഗ് കൗൺസിലിന്റെ ഒരു പ്രസ്താവനയിൽ ആഭ്യന്തര വില സമ്മർദ്ദം ഇപ്പോഴും ഉയർന്നത് തന്നെയാണ്. അടുത്ത വർഷത്തേക്ക് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ടാർഗറ്റ് നിരക്കിന് മുകളിലായിരിക്കും എന്നും പ്രസ്താവന വന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.03% ഇടിവിലാണ്. CAC ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും FTSE 0.09% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,835 എന്ന നിലയിലാണ്. 18 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. US മാർക്കറ്റുകൾ കഴിഞ്ഞ ദിവസം വലിയ ഇടിവിലേക്ക് പോയപ്പോഴും ഇന്ന് നമ്മുടെ നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് 20 മുതൽ 25 പോയിന്റ്സ് പോസിറ്റീവ് ഓപ്പണിങ്ങിന് തന്നെയാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 0.11% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.54% ഇടിവിൽ. ഹോങ്കോങ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 0.98% ഇടിവിലാണ്. തായ്വാൻ മാർക്കറ്റ് 1% മുകളിൽ ഇടിവിൽ തന്നെയാണ്. ഓയിൽ പ്രൈസുകൾ. ക്രൂഡ് ഇൻവെന്ററികൾ തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയും ഇടിഞ്ഞതിനാൽ കഴിഞ്ഞ സെഷനിൽ 2.6% ഉയർച്ചയ്ക്ക് ശേഷം വ്യാഴാഴ്ച ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഓയിൽ പ്രൈസുകൾ ക്ലോസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഓയിൽ ഫ്യൂച്ചേഴ്സ് ഒരു സമ്മർദ്ദത്തിൽ തന്നെയാണ്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഉള്ളത് $84.55 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.31% ഇടിവിൽ. WTI ഉള്ളത് $80.56 പെർ ബാരൽ എന്ന നിലയിൽ 0.91% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, ET Now, അതുപോലെ ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതാരും തന്നെ റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. വീണ്ടും തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി.